എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ശ്ലോകം 47, 48, 49, 50, 51, 52 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപസ്ത്രീകള് അവസാനം അറിയാം ഭഗവാൻ പരമാത്മാവ് തന്നെയാണ്. എന്നാലും ഞങ്ങളുടെ പ്രേമഭാജനം എന്നുള്ള ഒരു സങ്കല്പത്തിൽ അവർക്ക് മറക്കാൻ പറ്റണില്ല ഭഗവാന് എന്നത് വീണ്ടും വീണ്ടും പറയാണ് ഉദ്ധവനോട്. മനസ്സിലുള്ളത് മുഴുവൻ ഇങ്ങനെ തുറന്നു പറയാണ്. അങ്ങനെ ഉള്ള ഒരാളാണ്, അത് മനസ്സിലാക്കാൻ പറ്റിയ ആളാണ് ഉദ്ധവൻ എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ ഉദ്ധവനോട് പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. പരം സൗഖ്യം ഹി നൈരാശ്യം ത്വയിരണ്യപ്യാഹ പിംഗള തജ്ജാനതീനാം നഃ കൃഷ്ണേ തഥാപ്യാശാദുരത്യയ. ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്, നിർവികാരനാണ്, ഗുണാതീതനാണ് എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണനോടുള്ള ചേർച്ച നമുക്ക് കിട്ടാൻ പ്രയാസം തന്നെയാണ്. ആ ആശയാണ് നമ്മളെ ഈ വിധം വ്യാകുലപ്പെടുത്തുന്നത്. ആ ആശ ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ള ബോധം നമുക്കുണ്ട്, എങ്കിലും അതിനെ പരിത്യജിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. അത് തന്നെയാണ് പരമസങ്കടം. സുഖത്തിനുള്ള മുഖ്യ സാധനം നൈരാശ്യമാണെന്ന് പ്രസിദ്ധ വേശ്യയായിട്ടുള്ള പിംഗള എന്ന സ്ത്രീ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്ക് ആശയില്ലാതാകുന്നുവോ അവർക്ക് മാത്രമേ സുഖം സിദ്ധിക്കുള്ളൂ എന്ന പരമതത്വം ഉപദേശിക്കാൻ അർഹതയല്ലാത്ത ആ വേശ്യ കൂടി അനുഭവത്താൽ അറിഞ്ഞ് മറ്റുള്ളവരോട് ഉപദേശിച്ചിരിക്കണം. പരമസാധ്വികളായ നമ്മള് ഈ തത്വം സ്വതേ അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും കൂടി ശ്രീകൃഷ്ണനിൽ നമുക്കുള്ള ആശ ഉപേക്ഷിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലേശം ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ആ ആശ ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ എന്തിനാ അങ്ങനെ കുറ്റപ്പെടുത്തണത് എന്നാണ് അവര് പറയണതിന്റെ അർത്ഥം. കൗത്സഹേത സന്ധ്യക്തും തമശ്ലോക സംവിദം അനിച്ഛതോ വിയസ്യ ശ്രീ അംഗാന്നച്ഛവതേ ക്വചിത്. നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് നമ്മുടെ കുറ്റമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് തന്നെത്താനെ സമാധാനിക്കുകയാണ്. ബ്രഹ്മാദി ദേവന്മാര് കൂടി എപ്പോഴും സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഈ ഏകാന്ത കഥ മറക്കാൻ ആർക്കാ സാധിക്കുക? മറക്കാൻ വേണ്ടിയിട്ട് ആരാ അതിനൊക്കെ ഉത്സാഹിക്കുക? തന്നെ ലേശവും കാക്ഷിക്കുന്നില്ലെന്ന അറിവ് നന്നായുണ്ടെങ്കിലും ശ്രീദേവി കൂടി, ആ മഹാലക്ഷ്മി കൂടി യാതൊരു ഭഗവാന്റെ മാറിടത്തെ ഉപേക്ഷിച്ച് യാതൊരു സ്ഥലത്തും പോകാതെ എപ്പോഴും അവിടെ തന്നെ വസിക്കുന്നുവോ, അപ്രകാരമുള്ള ഭഗവാനെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാത്തതില് എന്താ ആശ്ചര്യമുള്ളത്? സരിച്ചൈലവനോദ്ദേശ ഗാവോ വൃന്ദ വേണുരവായിമേ സംകർഷണ സഹായേന കൃഷ്ണേനാചരിതാ പ്രഭു പുനഃസ്മാരയന്തി നന്ദഗോപസുതം ബത ശ്രീനികേതേ തൽപദഗേ സ്മർത്തും നൈവ ശക്നുമ പുനഃ പുനഃസ്മാരയന്തി നന്ദഗോപസുതം ബത ശ്രീനികേതൈ തൽപദഗൈ സ്മർത്തും നൈവ ശക്നുമ. ശ്രീകൃഷ്ണനെ മറക്കാൻ സാധിച്ചാൽ ദുഃഖത്തിന് ശമനുണ്ടാവും. പക്ഷെ അത് സാധിക്കണില്ല എന്ന് വീണ്ടും പറയണവര്. ഏത് സ്ഥലം നോക്കിയാലും കൃഷ്ണനെ ഓർക്കാനിട വരണം. കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ പതിഞ്ഞ കാലടികള് ഇപ്പോഴും ആ നദീപുളിരങ്ങളിലും വൃന്ദാവന പ്രദേശങ്ങളിലും ഗോവർദ്ധനാദി പർവ്വതങ്ങളിലും രജത്തിലും അവിടെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ആ വക സ്ഥലങ്ങള് കാണുമ്പോ കൃഷ്ണന്റെ ഓർമ്മ വരാതിരിക്കില്ല. ആ സ്ഥലങ്ങളിൽ നാം കാണാതിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല ഞങ്ങൾക്ക്. ഈ പശുക്കളെ എല്ലാം ശ്രീകൃഷ്ണൻ സ്നേഹിച്ചിരിക്കുന്നു. ഇപ്പൊ വ്രജത്തിലെ ബാലന്മാര് ചെയ്യുന്ന ആ വേണുഗാനം ശ്രീകൃഷ്ണൻ അഭ്യസിപ്പിച്ചതാണ്. അവരിതാ ഇപ്പൊ പശുക്കളെ മേച്ചുകൊണ്ട് വരുമ്പോ വേണുഗാനം മുഴക്കിയിട്ടാണ് വരുന്നത്. ഞങ്ങൾ എങ്ങനെ കൃഷ്ണനെ ഓർക്കാതിരിക്കും? കൃഷ്ണനെ ഓർമ്മപ്പെടുത്തുന്ന ഈ വക സംഗതികള് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കൃഷ്ണനെ മറക്കാൻ സാധിക്കുന്നില്ല. ശ്രീകൃഷ്ണന്റെ ആത്മമിത്രമാകിയാൽ പ്രഭുവായിരിക്കുന്ന അങ്ങേക്കും ഞങ്ങൾ ഈ പറയുന്ന ഈ സംഗതി അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. എല്ലാറ്റിനും സമർത്ഥനായ അങ്ങയോട്
ശ്രീകൃഷ്ണനെ ഇന്നു മുതൽ ഓർമ്മിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങേക്ക് സാധിക്കൂ? ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്നവര് പറയുന്നു. ഗത്യാ ലളിതയോദാര ഹാസ ലീലാവലോകനൈ മാധ്വാഗിരാഹൃതധിയം ത്വം വരാമഹേ. ഹേ ഉദ്ധവ, ഞങ്ങള് ശ്രീകൃഷ്ണനെ എങ്ങനെ മറക്കും? ഞങ്ങൾക്ക് അത് മാത്രം സാധ്യമല്ല. ഞങ്ങളുടെ മനസ്സ് എപ്പോഴും ശ്രീകൃഷ്ണന്റെ മനോഹരമായ ആ മന്ദഗമനവും അതിമഞ്ജുളമായ പുഞ്ചിരിയും മോഹിപ്പിക്കുന്ന കടാക്ഷങ്ങളും ബുദ്ധിയെ മതിപ്പിക്കുന്ന വാക്കുകളും ആലോചിച്ചത് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. പിന്നെ അത് അവരെ ഉറക്ക കരഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ച് അവര് ഉറക്ക കരയാണ്. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ, ആർത്തിനാശന, മഗ്നമുത്തര ഗോവിന്ദ, ഗോകുലം വൃജിനാർണവ. അവര് പറയണു, ഹേ സ്വാമി, ദുഃഖ സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന ഗോകുലവാസികളെ അങ്ങ് തന്നെ അതിൽ നിന്നും കരകയറ്റി വിടണേ. അങ്ങ് ഒന്നിനോടും ചേരാത്തവനാണെങ്കിലും ലക്ഷ്മി ദേവിയോട് ചേർന്നിരിക്കുന്നില്ലയോ? ഞങ്ങള് ദാസികളല്ലേ, അങ്ങയ്ക്ക് ബന്ധം ഉള്ളവരല്ലല്ലോ. ഹേ വ്രജനാഥ, വ്രജത്തെ രക്ഷിക്കാൻ അങ്ങയ്ക്ക് ബാധ്യതയില്ലേ? അങ്ങ് ഒരിക്കല് വ്രജപതി ആയിരുന്നുല്ലോ. ഹേ ആർത്തിനാശന, സാധാരണ ഭക്തജനങ്ങളുടെ സങ്കടം തീർത്ത് രക്ഷിക്കുന്നത് ഭഗവാനെ അവിടുത്തെ സ്വധർമ്മല്ലേ. ഹേ ഗോവിന്ദ, ഇന്ദ്രനും കാമധേനവും നെന്തിരുവടിയെ ഗോകുലാധിപതിയായി അഭിഷേകം ചെയ്തിട്ടുള്ളത് മറന്നു കളഞ്ഞു. ഞങ്ങളെ ഈ സങ്കടമാകുന്ന വൻകടലിൽ നിന്ന് വലിച്ചു കയറ്റി കരയണിച്ച് കാത്തുകൊള്ളണേ. ഇങ്ങനെ ഗോപികൾ ഉറക്കെ അങ്ങനെ കരയാൻ തുടങ്ങി. സർവവും മറന്ന് അവര് ഉറച്ചത്തിൽ കരയണം. അത്ര പ്രേമ ഭക്തിയാണ് അവർക്ക്. ഭഗവാനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും അവർക്ക് ഇരിക്കാൻ വയ്യ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.